വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാം വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണ്. അപ്പോൾ എന്തൊക്കെയാണ് കുറേ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗൊന്നല്ല, ഒരു നോർമൽ വ്ളോഗ്. കാരണം ലാമി അന്ന് നിങ്ങളൊരു ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ലാമിനെ ഞാൻ വയനാട് കൊണ്ടുപോയി ഓളെ എക്സാമിന്. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഓളെ ഞാൻ കൊണ്ടുവരാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഓളെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ വയനാട്ടിലേക്ക് ഞാൻ പോവാണ്. എൻ്റെ സൗണ്ടൊക്കെ മാറി ഗൈസ്. ജലദോഷം പനിക്ക് അതിൻ്റെ ടൈമാണല്ലോ. അമ്മ പോയെന്നാലോ? അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അതെ, മാമാക്ക് സ്കൂളിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരാണ്. അപ്പോൾ വന്നിട്ട് കുറേ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കുള്ളൂ. രാവിലെ കൂടി ഇറങ്ങിയിരുന്നു. ഇപ്പോൾ 1 മണിയാവാനായി. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടോ. അപ്പോൾ ഗൈസ് അവളെ കൊണ്ടുവരാൻ പോവാണ്. എനിക്ക് പനിയാണ് ഗൈസ്. അപ്പം മാമ വരണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ മാമാക്കാണെങ്കിൽ പിന്നെ മീറ്റിങ്ങിന് പോകണം. ബാപ്പിയില്ല, മീറ്റിങ്ങിന് പോക്ക് നിർബന്ധം. ഫതിലുമില്ല. എക്സാം ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എക്സാമിന് പേപ്പറൊക്കെ കിട്ടി ഗൈസ്. പേപ്പറൊക്കെ കിട്ടി. എങ്ങനെയുണ്ട് മാർക്കും കാര്യങ്ങളൊക്കെ? അപ്പോൾ ഫതിലുവിൻ്റെ ഇന്നറിയാം എന്താണെന്ന്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കട്ടോ ബാക്കി വിശേഷം. വയനാട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അറിയാലോ നമ്മളെ വീഡിയോ ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ടെന്ന്. അങ്ങനെതാ അങ്ങനെ ഏകദേശം എത്താനായിട്ടോ. ഇനി ഒരു 3 മണിക്കൂർ യാത്ര പാടുണ്ടാവും. ഇപ്പം ഇനി കേരളത്തും പിന്നെ ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലേനും. ഇപ്പം റേഞ്ച് ഇല്ലാത്ത ഒന്നാമത് തമിഴ്നാട് ഫുള്ളും തേയിലത്തോട്ടത്തിൻ്റെ തീയിലാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടെ ഒന്നും റേഞ്ച് ഇല്ലേനും. ലാമി എപ്പോഴോ രാവിലെ നിൽക്കാൻ തുടങ്ങിയതാണ് അവിടെ. അപ്പോൾ വയനാടൊക്കെ എല്ലാവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഇത് എത്രത്തോളം ആൾക്കാർ ഇനി കാണുന്നറിയില്ല ഈ വീഡിയോ. കാരണം നമ്മൾ കുറേ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ആൾക്കാരിൽ കുറവേക്കണം. ഇനി ഡെയിലി ഇങ്ങനെ ഇട്ട് നോക്കണം. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നൊക്കെ. പിന്നെ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയി ഇങ്ങനെ വന്നില്ല. ലാമിൻ്റെ എക്സാമും കഴിഞ്ഞ്. അപ്പോൾ ഞാനും കുറച്ച് തിരക്കിലേനു. ഞാൻ പുതിയൊരു സംഭവം ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മണ്ടിപ്പാച്ചിലാണ്. അപ്പോൾ അതൊക്കെ ഏകദേശം ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലാമിനെ പിക്ക് ചെയ്ത് വരാം. അപ്പൊ ഗൈസ് ദാ ലാമിന്റെ അവിടേക്ക് എത്തിട്ടാ. ഇവിടെയാണ് ലാമി നിൽക്കണത്. ഇത് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയാണ് അവള് ഫുഡ് കഴിക്കണുണ്ട്. അവള് നിൽക്കണ റൂം കാണിച്ചു തരാം. നിങ്ങളെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഏതാ പട്ടികളൊക്കെ ഗൈസ്. വയനാട് ഒരു രക്ഷയില്ല കേട്ടോ. കാണാം, അടിപൊളി വ്യൂ ആണ്. നൈസ്. ലാമി നിൽക്കണത് എവിടെ? ലാമി നിൽക്കണത് ഇവിടെയാണ് ഗൈസ്. സ്റ്റാറൊക്കെ തൂക്കിയിട്ടിങ്ങനെ. ഇവളെന്ത് കാട്ടാണാവോ ഗൈസ്. അവിടെതാ ഉള്ളിക്ക് വണ്ടി. വന്നു ഗൈസ്. ലാമി ഈസ് ബാക്ക്. എന്താക്കിരു? വാ. എന്താ കാട്ടിട്? വാ. പിന്നെ കളയി. എന്താ കാട്ടിറപ്പേ? അയ്യോ, തലക്ക് വരുത്താണ്ട് ഗൈസ്. ഇപ്പൊ പനിന്റെ സീസൺ ഒന്ന് തോന്നുന്നുണ്ട്. ഈ ഡിസംബർ ജനുവരി ഒക്കെ
എന്നെ പോലെ ജലദോഷം പനിയൊക്കെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ ഗൈസ്, തലക്ക് വരുത്താവുന്നുണ്ട്. ഏതെങ്കിലും ഒരു പേരയിൽ ഒരാൾക്കെങ്കിലും പനിയോ ജലദോഷം ഉണ്ടാവാക്കൂല. ഐ ആം ഡാം ഷുവർ. തിരിച്ച് പേരേക്ക് എത്തണമല്ലോ ആലോചിക്കുമ്പോൾ അതിൻ്റെ അടി. അപ്പോൾ നമ്മൾ വരട്ടെ, നമ്മളെ ബാഗും ഇതൊക്കെ എടുത്ത് കറങ്ങാൻ തന്നെ വയ്യ സത്യം പറഞ്ഞ. വാ, ബാഗൊന്നും ഇല്ലേ, ഇതുള്ളൂ. പെട്ടി കടക്കൊക്കെ എടുക്ക്, പെട്ടി കടക്കും. വാ 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 വാ. ഇവള് എന്താ ലാമിയെ പെണ്ണുങ്ങളൊന്ന പേരുടെ വാതിന്റെ പുറത്തേക്ക് ഇറക്കി കിട്ടാന് ഭയങ്കര ഇടങ്ങാറ്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പൂത്തിനും പെണ്ണുങ്ങളെയും ഇറക്കി കിട്ടാൻ കുറച്ച് റിസ്കാ. അതേമാതിരിയാണ് ഇന്ന് പേരുടെ പുറത്തേക്ക് ഇറങ്ങി കിട്ടാനാണ് പ്രയാസം. ഇപ്പോഴും ആക്കിയിട്ടില്ലോളൂ. ഫേസ് ഒക്കെ ഡള്ളുണ്ടാവും. അപ്പൊ ഗൈസ്, ഓളോരോ സാധനം കൊണ്ടിട്ട് അത് വരട്ടെ. അവള് തിന്നങ്ങൾക്ക് ലാഗ് ആക്കി, ഞാൻ ലാഗ് ആക്കണില്ല. അവള് വരുമ്പോ ഞാൻ ക്യാമറ ഓൺ ആക്കി ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാം, അതേ നടക്കുള്ളൂ. യെസ്, തുറന്നിക്കണേ. വണ്ടി മുന്നിക്കൂലല്ലോ, വേണ്ട ഡിക്കിലിട്ടോ. എന്താ എന്താ സംഭവം? തുറക്ക് തുറക്ക്. കഴിഞ്ഞോ? നീ എന്താ എന്തോ മാങ്ങേ? ഇതാ, ഇത് നല്ല ഐസാന് പോയപ്പോ വാങ്ങിയാണ് തോന്നുന്നുണ്ട്. എന്താ നോക്കട്ടെ കേട്ടോ, തുറന്നു നോക്കട്ടെ. ഉപ്പിലിട്ട് വാങ്ങാം. ആർക്കെങ്കിലും വേണോ? കഴിച്ചോക്കട്ടെ കേട്ടോ. രക്ഷയില്ല. കിടു രസമുണ്ട്. വന്നു തമ്പുരാട്ടിയെത്തി. എന്താ വിളിക്ക വെച്ചോ വെച്ചോ വെച്ചാ നടക്ക് ഡിക്കടച്ചോ. ചെപ്പോ എടുക്ക പോയിക്കണത്. നമുക്ക് ഇനിയും എന്തൊക്കെ വെക്കാണ്ടല്ലോ. അപ്പൊ വെച്ചിട്ടൊക്കെ കാണട്ടോ. കൊണ്ടൊക്കെ വരുന്നുണ്ട്. പ്രസവിച്ചേർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞു ബാ. ഓക്കെ, ഓഫാക്കി. സുന്ദരനോ എന്റെ പേരതാ? അന്നറിയോ? ഒലക്കാണ്. എന്നാ പുള്ളി ഒലക്കേട് അതൊക്കെ കൊരക്കൂലേ കള്ളന്മാരെ കണ്ട? അതിനറിയാ, നല്ല പറയാ. എന്താ ആശിക്കോടെ ഫുള്ള് തിന്നല്ലൊക്കെയാണ്. എന്താ ആശിക്ക? മാങ്ങയോ? അയ്യോ, മാങ്ങ ഉപ്പിലിട്ടതോ? കൊതിപ്പിക്കണില്ലേ ഒരു പൊട്ടര്. കണ്ണി മാങ്ങിയാ പാന്റ് പൊക്കടക്കായി.
കിട്ടുന്നില്ല. വാശിക്ക അതിന്റെ ബേക്കറി ഞാൻ മിസ് ചെയ്യും. മിന്റ് ഫ്ലവർ എങ്ങനെയുണ്ട് എന്റെ മറ്റേ വയനാട് ലൈഫ്? എന്താണ്, അടിപൊളിയാണ്. അവിടെ നല്ല രസാ. ഹോസ്റ്റലില് നല്ല പീസ് കാം. എന്നോട് പറയുന്നു ബോറാടോ എന്നല്ല അറിയില്ലേ. ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബോറായിരുന്നു. ഓളൊരു ഫ്രണ്ട് ഉണ്ട് ഋത്യ. ഓല് പോയപ്പോ ഭയങ്കര ബോറായി. ഋത്യം ലിയാറിന്റെ പെണ്ണുണ്ട്, അതിനോട് പോയി. ഇവർക്ക് എനിക്ക് സ്കാനർ അയക്കലാണ് അവിടുത്തെ മെയിൻ പണി. എന്റെ ജീപ്പ് വർക്ക് ചെയ്യാത്തോണ്ടാണ്. അല്ലെങ്കിൽ പൈസ ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ തിന്ന് വെയിറ്റ് ഒക്കെ കൂടിയിരിക്കണെന്നൊക്കെ പറയുന്നു. നാട്ടിൽ പോയിട്ട് ഇനി ജിമ്മ പോണം. അല്ല സത്യം, മാമയുടെ പ്ലാൻ ഇട്ടിരിക്കണ്. മാമ സെറ്റ് ആക്കിയാണ്. മാമക്ക് ഇനി വർക്ക് ഇവരെ വർക്കൗട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യും. എന്നെങ്ങനെ ഇങ്ങനെ സുൽത്താൻ ബത്തേരി കണ്ടോ? സുൽത്താൻ ബത്തേരി കണ്ടു. ഭയങ്കര തിരക്കല്ലേ അങ്ങാടി? തിരക്ക. ഈ ഒരു ഏരിയ ഭയങ്കര തിരക്കാ. ആ ഒരു ഏരിയ ഞങ്ങളവിടേക്ക് കയറണേ പറയുമ്പോ വണ്ടിയാണ്. കോട്ടയത്തെ പണിക്ക് തലവേദനയാണ്. എന്റെ തലവേദന മാറിയിട്ടില്ല. ചിക്കൊക്കെ തലവേദന, ചുമ, ജലദോഷം കേൾക്കുമ്പോ തന്നെ അറിയാം. എനിക്ക് പക്ഷെ ഞാൻ ഫുഡ് കഴിക്കാണ്ട് തലവേദന എടുക്കണെന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല. എന്താ ഫുഡ് കഴിച്ചേ? എങ്ങനെ എന്റെ തടിയിട്ട് വരാക്കുക? അതങ്ങനെയല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല കുറെ ദിവസം ബേക്കറി നിന്നല്ലേ, അപ്പൊ ബേക്കറി നിന്ന് കഴിഞ്ഞിട്ട് നീ ബേക്കറി വേണ്ട. ലാസ്റ്റത്തെ ബേക്കറിന്റെ പൊതി കഴിഞ്ഞു. അപ്പൊ എല്ലാം ഫ്രൂട്ട്സ് വാങ്ങാൻ തുടങ്ങി അതിന്റെ പകരം. പിന്നെ ലാസ്റ്റത്തെ ഒരു പൊതി കഴിഞ്ഞു ബിരിയാണി കൂടി തിന്നു. അത് ഇന്ന് കഴിച്ചു. നീ ഫുള്ള് ഡയറ്റ് കൊണ്ട് നടക്കൂല തോന്നാണ്. ഇവള് തടി പറഞ്ഞ ഗായ്സ്, ഞാൻ എന്റെ തല വേണ്ട എനിക്ക് എന്തെങ്കിലും ഉപകാരമുള്ള പറ. ഒന്നുമില്ല. ഇവള് തടി പറഞ്ഞ പയല ആയിക്കോട്ടെ. ഗായ്സ് ഞാൻ തടി പറഞ്ഞാൽ എനിക്ക് ഇത് വാങ്ങി തരോ? ഐപാഡ് വാങ്ങി തരോ? ഉറപ്പ്. എത്ര കിലോ കുറക്കണം? ഇത് തന്നെ പഴയ മാതിരി ഒരു 5-8 കിലോ കുറച്ച് എന്റെ പഴയ ലുക്കൊക്കെ വന്നാല്. പഴയ ലുക്കൊക്കെ അറിയുമ്പോ ഞാൻ നല്ല വലിയിട്ടല്ലേ കുറച്ചൊക്കെ വലിയണം. ഇപ്പൊ ഞാനൊരു 52 വെക്കാം. ഇപ്പൊ എത്ര ഉണ്ട്? 60 52 ആക്കാം. ഇത് ഷുഗർ കട്ട് എടുത്താ ഇത് വീഡിയോയില് പറഞ്ഞ ആശ എനിക്ക് ഐപാഡ് എടുത്ത് തരും. ഉറപ്പല്ലേ? അതൊരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞ വേറെ ഒന്നുകൊണ്ട് അല്ലെങ്കിൽ വിചാരിക്കും അങ്ങനത്തെ നല്ല പൈസ അല്ലോണ്ടല്ലേ നമുക്ക് വെയ്ക്കൂല. അതിൽ ഉറപ്പോണ്ടാണ് ഞാനത്. എനിക്ക് ഐപാഡിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇങ്ങോട്ടെ ഫോണിലല്ലോ നടക്കുന്നില്ലേ. ഞാനിപ്പോ നിങ്ങക്ക് വിചാരിണ്ടാവും ഈ ചങ്ങായി എന്താലേ ഇങ്ങനത്തെ ഒരു മാപ്പിളെ കിട്ടുന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ സത്യം അതല്ല. എനിക്കറിയാം ഇവളെ കൊണ്ട് കുറക്കാൻ പറ്റില്ല. എനിക്ക് ഐപാഡ് വേണം. ഇവള് കുറക്കൂല ഗൈസ്. നമുക്ക് കാണാം. ഇത് കണ്ടറിഞ്ഞ നമുക്ക് കാണട്ടോ. ഇവളെ കൊണ്ട് കയ്യോന്ന് വീഡിയോ കണ്ടുങ്ങളെല്ലാം കണ്ടോ? ഞാൻ കുറക്കും. ഐപാഡ് വാങ്ങി തരുന്നെങ്ങാനും വീഡിയോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തണുപ്പ് കുറവാ, നല്ല കുറവാ, 28. അപ്പൊ ഗൈസ് നമ്മള് ബാക്കിയുള്ള വിശേഷം ഇങ്ങനെ അവിടെ എത്തിയിട്ട് കാണിക്കാഞ്ഞു. വീട്ടിലെത്തിയിട്ട് കുറെ ഡ്രൈവിംഗ് ചെയ്ത് പിടിക്കുമ്പോ ടാസ്ക് ആണ്. പിന്നെ തലവേദനയാണ് ഗൈസ്. വെയിറ്റ് ലോസ് ജേർണി കൊണ്ട് വെയിറ്റ് ലോസ് റെസിപ്പീസും കൊണ്ട് ഞാൻ വരുന്നതാണ്. പൂതിയൊക്കെ. അപ്പൊ ഗൈസ് നമ്മള് വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ ബൈ. അവിടെ തണുപ്പ ഇന്ന് കുറവില്ല. പക്ഷെ മഴ ഉണ്ടാവും. മുത്താമരത്തിൽ പോയി ഗൈസ്. വീട്ടിലെത്തി ഫൈനലി. 4-5 മണിക്കൂർ യാത്ര ചെയ്ത്, അതായത് 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വീട്ടിലെത്തി.
പനി വെച്ചോണ്ട് ടൈലായി. ഉള്ളതവിടെ അപ്പുറത്ത് മരുകളെ കാണാൻ വന്ന് ഗായ്സ്. മാമ വന്ന് ഗായ്സ്. ഗായ്സ് ഈ ഊഞ്ഞാലിപ്പിൻ്റെ സ്പെഷ്യലാട്ടോ. നടക്ക്. അങ്ങനല്ലേ പുറത്താണ് After a 1.5 month. വയനാടെത്തി. ഇപ്പൊ ഇവിടെ ചൂടാണല്ലോ. അവിടെ തന്നെ ചൂടാപ്പോ ഇവിടെ ചൂടുണ്ട്. മിന്റ് ഫ്ലവറും ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ വന്നു. അയ്യോ സന്തോഷം. അയ്യോ ഞാൻ പെട്ടു. അയ്യോ ഞാൻ പെട്ടു. അയ്യോ ഗായ്സ് പെട്ടു ഗായ്സ്. ഞാന് ചോറിന് അപ്പത്തന്നെ അപ്പളേ ചോറിന് ഞാന് ആശിക്കാനെ കാത്തിരിക്കുന്നു ചോറിനാന്. ഞാനവിടെ രാവിലെ അങ്ങനെ അവളെത്തി. അപ്പൊ ഇനി വേറെ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഗായ്സ്. അപ്പൊ അതുവരേക്കും സ്റ്റിൽ വെയിറ്റിംഗ്. ബൈ ബൈ.